പാതിവൃത്യത്തിന്റെയും കുലമഹിമയുടെയും സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവൾ തന്നെയായിരുന്നു മണ്ഡോദരി. തനിക്ക് വഴങ്ങുന്നതിനെ മാത്രമേ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മാത്രമേ അധീനത്തിലാക്കാൻ ശ്രമിക്കാവൂ എന്ന പാഠം രാവണൻ മറന്നുപോയി. അതിന്റെ കണ്ണുനീരാണ് ഒടുവിൽ അവസാനം മണ്ഡോദരി കുടിച്ചത്. പല പാഠഭേദങ്ങളിലും മണ്ഡോദരി സീതയെ തിരിച്ചു കൊടുക്കാൻ രാവണനോട് ആവശ്യപ്പെടുന്നുണ്ട്. രാമന്റെ ദൂതനായി ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിൽ എത്തുന്ന സമയത്ത് മണ്ഡോദരിയെ കാണുമ്പോൾ സീതയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. നമസ്കാരം. വോയിസ് ഓഫ് കുട്ടൂരിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാമായണ പൊരുൾ തേടിയുള്ളൊരു യാത്രയിലാണല്ലോ നമ്മൾ. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് രാമായണത്തിലെ രാവണന്റെ ധർമ്മപത്നിയായ മണ്ഡോദരിയുടെ കഥയാണ്. മണ്ഡോദരിയെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ നമ്മോടൊപ്പം ഉള്ളത് എറണാകുളം മഹാരാജാസ് കോളേജിലെ മലയാളം അധ്യാപിക ഡോക്ടർ മഞ്ജു വി മധുവാണ്. ഡോക്ടർ മഞ്ജുവിനെ നമുക്ക് വോയിസ് ഓഫ് കുട്ടൂരിന്റെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യാം. നമസ്കാരം. നമസ്കാരം സർ. നമ്മൾ മണ്ഡോദരിയുടെ കഥയാണ് പറയുന്നത് അല്ലേ? മണ്ഡോദരിയെ കുറിച്ച് ഒരുപാട് സംസാരിക്കാനും ഉണ്ടാവും ഒരു പക്ഷെങ്കിലല്ലേ? നമ്മുടെ വ്യൂവേഴ്സൊക്കെ അത് കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. തുടങ്ങാമല്ലേ? മണ്ഡോദരി ആരാണ് എന്ന് ചോദിച്ചാൽ ഒറ്റ വരിയിൽ രാവണന്റെ ഭാര്യ, പിന്നെ മയന്റെ മകൾ, ഇന്ദ്രജിത്തിന്റെ അമ്മ, ഇങ്ങനെ പല വിശേഷണങ്ങൾ. എങ്കിലും പ്രഥമ സ്ഥാനം രാവണന്റെ പത്നി, രാവണ പത്നി എന്നത് തന്നെയാണ്. കശ്യപ പ്രജാപതിക്ക് ധനു എന്ന ഭാര്യയിലുണ്ടായ മകനാണ് മയൻ. മയന്റെ ഭാര്യ ഹേമ എന്ന ദേവസ്ത്രീയായിരുന്നു. ഹേമ ഗന്ധർവ സ്ത്രീയാണെന്നും അല്ല അപ്സരസ് ആണെന്നും പാഠഭേദങ്ങളുണ്ട്. എന്തായാലും ഹേമയായിരുന്നു മയന്റെ ഭാര്യ. മയൻ മകൾക്ക് വരനെ അന്വേഷിച്ചിറങ്ങി. അങ്ങനെ രാവണനെ കണ്ടെത്തി രാവണൻ മണ്ഡോദരിയെ വിവാഹം കഴിച്ചു. മണ്ഡോദരി അതിസുന്ദരിയായിരുന്നു. രാമന്റെ ദൂതനായി ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിൽ എത്തുന്ന സമയത്ത് മണ്ഡോദരിയെ കാണുമ്പോൾ സീതയാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ട്. മണ്ഡോദരിയുടെ മകളാണ് സീത എന്ന ഒരു പാഠഭേദവുമുണ്ട്. സീതയ്ക്കും മണ്ഡോദരിയും തമ്മിൽ ഛായാസാമ്യം തോന്നിയിട്ടാകാം, ആണോ എന്നറിയില്ല എന്ന് ഹനുമാൻ തെറ്റിദ്ധരിക്കുന്നുണ്ട്. പാതിവൃത്യത്തിന്റെയും കുലമഹിമയുടെയും സൗന്ദര്യത്തിന്റെ എല്ലാ ലക്ഷണങ്ങളും ഒത്തിണങ്ങിയവൾ തന്നെയായിരുന്നു മണ്ഡോദരി. ഭർത്താവിന്റെ എല്ലാ സ്വഭാവവും മനസ്സിലാക്കി, ഭർത്താവിന്റെ എല്ലാ രീതികളും തിരിച്ചറിഞ്ഞ് ഭർത്താവിനെ വേണ്ടവണ്ണം സ്നേഹിച്ചാദരിക്കുന്ന പത്നി, അതാണ് മണ്ഡോദരിക്ക് നമ്മൾ കൊടുക്കേണ്ട വിശേഷണം. ഒരു മകൾ എന്ന നിലയിൽ നമുക്ക് മണ്ഡോദരിയെ വിലയിരുത്താൻ രാമായണത്തിൽ അധികം അവസരങ്ങളില്ല. കാരണം രാമായണം തുടങ്ങുമ്പോൾ തന്നെ മണ്ഡോദരി രാവണ പത്നിയാണ്. പത്നി എന്ന നിലയിൽ മണ്ഡോദരി 100% പരിപൂർണതയിലായിരുന്നു. വാസ്തവത്തിൽ രാമരാവണ യുദ്ധത്തിന്റെ അവസാനം ഇന്ദ്രജിത്ത് വധിക്കപ്പെട്ടതിന് ശേഷം രാവണനെ കൊല്ലാൻ കഴിഞ്ഞില്ല. അതിന്റെ കാരണം ലങ്കയ്ക്ക് ശുദ്ധി നൽകിക്കൊണ്ട് മണ്ഡോദരിയുടെ പാതിവൃത്യം അതുപോലെ ജ്വലിച്ചു നിൽക്കുകയായിരുന്നു. രാമരാവണ യുദ്ധത്തിന് മുമ്പ് സീതയെ പോലെ തന്നെ പതിവ്രതയായിരുന്നു. അത് ഇടയ്ക്ക് രാവണൻ മണ്ഡോദരിയോട് പറയുന്നുണ്ട്, നീയും സീതയും തമ്മിൽ ഛായയുണ്ട്. അപ്പൊ മണ്ഡോദരി പറയുന്നു, അത് ഛായയല്ല, എനിക്കും അവൾക്കും തമ്മിൽ ചില സമാനതകളുണ്ട്. എന്നെ പോലെ സീതയും പതിവ്രതയാണ് എന്ന്. സീതയെ പോലെ തന്നെ ഉള്ള ഗുണങ്ങളുടെ വിളനിലമായിരുന്നു മണ്ഡോദരി. അതുപോലെ നല്ലൊരു ഭാര്യയായിരുന്നു, നല്ലൊരു അമ്മയായിരുന്നു. ഇന്ദ്രജിത്ത് വീര്യത്തിന്റെയും ധൈര്യത്തിന്റെയും വിളനിലമായി വളർന്നു വന്നതിന് കാരണം അമ്മയ്ക്ക് പങ്കില്ലേ? അമ്മയും കൂടെയല്ലേ മകന്റെ സ്വഭാവ രൂപവൽക്കരണം നടത്തുന്നത്. അപ്പൊ ഇന്ദ്രജിത്തിനെ അത്രമാത്രം ധൈര്യവാനാക്കിയത് ആരാണ്? അതിൽ മണ്ഡോദരിക്കും പങ്കുണ്ട്. നല്ലൊരു രാജ്ഞിയായിരുന്നു. വാസ്തവത്തിൽ രാമരാജ്യത്തിനോടൊപ്പം ഐശ്വര്യത്തിന്റെ കേദാര ഭൂമി തന്നെയായിരുന്നു ലങ്ക. അതിനൊന്നാമത്തെ കാര്യം, എല്ലാ ശ്രേഷ്ഠമായതും തിരക്കി രാവണൻ ഇറങ്ങി. ആ ശ്രേഷ്ഠമായത് തിരക്കി ഇറങ്ങി എല്ലാ ഐശ്വര്യവും ലങ്കയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഐശ്വര്യത്തിന്റെ വിളനിലമാക്കി ലങ്കയെ മാറ്റാൻ മണ്ഡോദരി എന്നും നല്ലൊരു പത്നിയായി, നല്ലൊരു രാജ്ഞിയായി രാവണന് കൂടെ നിന്നു. അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ഇതിഹാസങ്ങൾ വിലയിരുത്തുമ്പോൾ നായകനെ നായികയെ മാത്രമേ നോക്കുന്നുള്ളൂ. എന്നാൽ ഇവിടെ നിശബ്ദരായും ചിലരുണ്ട്. നമ്മൾ മണ്ഡോദരി ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. ദൈവിക ഭാവം മാറ്റി മാനുഷിക ഭാവം നോക്കുകയാണെങ്കിൽ സ്വന്തം മകൻ ഇന്ദ്രജിത്ത് മരിച്ചിട്ട് പോലും മണ്ഡോദരി സീതയെ മുറിവേൽപ്പിക്കാൻ തയ്യാറാകുന്നില്ല. കാരണം സീതയുടെ സൽസ്വഭാവവും പാതിവൃത്യവും മണ്ഡോദരി മാനിച്ചു. മണ്ഡോദരി ഒരിക്കലും സീതയെ ദുഃഖിപ്പിക്കുന്നില്ല. സീതയെ മുറിവേൽപ്പിക്കാനോ, ശൂർപ്പണഖയെ ലക്ഷ്മണൻ മുറിവേൽപ്പിച്ചിട്ട് പോലും സീതയെ മുറിവേൽപ്പിക്കാനോ അംഗഭംഗം വരുത്താനോ രാവണനെ ഉപദേശിക്കുന്നില്ല. രാവണൻ അതിന് കഴിഞ്ഞിരുന്നുമില്ല അല്ലെ? രാവണൻ അതിന് കഴിഞ്ഞിരുന്നുമില്ല. പക്ഷേ
അങ്ങനെ മാനുഷികമായ ഒരു ഭാവത്തിൽ നോക്കുകയാണെങ്കിൽ മകൻ മരിച്ചതിന് ശേഷം ഈ ത്രിലോകങ്ങളിലെയും ഇന്ദ്രനെ തോൽപ്പിച്ച ഇന്ദ്രജിത്ത് മരിച്ചതിന് ശേഷം അത്രമാത്രം വീര്യവാനായിരുന്നു ഇന്ദ്രജിത്ത് ജനിച്ചുടനെ കരഞ്ഞപ്പോൾ ഇടിവെട്ടുന്ന ശബ്ദം പോലെ തോന്നി. അതുകൊണ്ടാണ് മേഘനാഥൻ എന്ന് പേരിട്ടത് എന്ന കഥയുണ്ട്. അത്രമാത്രം വീര്യവാനായ ഒരു മകൻ നഷ്ടപ്പെട്ടിട്ടും മണ്ഡോദരി, മയന്റെ മകൾ, രാവണന്റെ ഭാര്യ, ലങ്കയുടെ രാജ്ഞി, ഇന്ദ്രജിത്തിന്റെ അമ്മ, ഈ പദവികളെല്ലാം നഷ്ടപ്പെട്ടിട്ടും സീതയെ ഒരു രീതിയിലും വാക്കുകൾ കൊണ്ടുപോലും മണ്ഡോദരി വിഷമിപ്പിച്ചതായി പറയുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ സീതയോടൊപ്പം തന്നെ നമ്മൾ കണക്കാക്കേണ്ട കഥാപാത്രം തന്നെയാണ് മണ്ഡോദരി. രാക്ഷസ വംശം ക്രൗര്യത്തിന്റെ വംശമാണെന്ന് നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ അത് സത്യമാണെങ്കിൽ ആ രാക്ഷസ വംശത്തിന് പറഞ്ഞിട്ടുള്ളതിന് അപ്പുറം ആർജവത്തിന്റെ നന്മയുടെ ഭാഷയാണ് മണ്ഡോദരി സംസാരിക്കുന്നത്. രാവണൻ മനഃപൂർവ്വം മറന്ന ചില കാര്യങ്ങൾ, ഏറ്റവും നല്ലതിനെ തിരഞ്ഞ് ഇറങ്ങിയപ്പോൾ തനിക്ക് വഴങ്ങുന്നതിനെ മാത്രമേ, അത് നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും മാത്രമേ അധീനത്തിലാക്കാൻ ശ്രമിക്കാവൂ എന്ന പാഠം രാവണൻ മറന്നുപോയി. അതിന്റെ കണ്ണുനീരാണ് ഒടുവിൽ അവസാനം മണ്ഡോദരി കുടിച്ചത്. പല പാഠഭേദങ്ങളിലും മണ്ഡോദരി സീതയെ തിരിച്ചു കൊടുക്കാൻ രാവണനോട് ആവശ്യപ്പെടുന്നുണ്ട്. മണ്ഡോദരി തന്നല്ല, രാവണന്റെ അമ്മ കൈകസി പോലും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അവരെല്ലാം പറഞ്ഞ സീത പതിവ്രതയാണ്, അവൾ ആപത്തുണ്ടാക്കും, തിരിച്ചു കൊടുക്കുന്നു. രാവണൻ അത് കേൾക്കാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ വിലയിരുത്തുമ്പോൾ മണ്ഡോദരിയിൽ നമുക്ക് 1% പോലും തിന്മ കാണാൻ നമുക്ക് പറ്റില്ല. നന്മയുടെയും ശുദ്ധിയുടെയും അവതാരം തന്നെയായിരുന്നു മണ്ഡോദരി. ഇങ്ങനെയൊക്കെ ആണെങ്കിലും മണ്ഡോദരിയുടെ മകളാണ് സീത എന്നാണ് ഒരു പാഠഭേദം ഉണ്ടല്ലോ, അല്ലേ? അപ്പൊ അവിടെ ഒരു അസുരവംശവും ദേവവംശവും തമ്മിലൊരു ബന്ധവും അവിടെ കിടപ്പുണ്ടല്ലോ. അങ്ങനെ ഉണ്ട്. അത് വളർത്തിയത് മയനാണെങ്കിലും അസുരന്മാരുടെ ശില്പിയായിരുന്നു മയൻ, ദേവശില്പി വിശ്വകർമാവും. അപ്പൊ മണ്ഡോദരി വാസ്തവത്തില് ദേവസ്ത്രീയുടെ പുനർജന്മം തന്നെ ആയിരുന്നല്ലോ. ദേവ അസുര വംശങ്ങൾ തമ്മിൽ ഉള്ള ബന്ധം അവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇനി മണ്ഡോദരിയുടെ മകളാണ് സീത എന്ന് മണ്ഡോദരിക്കും രാവണനും അറിയാമായിരുന്നു എന്ന് വാൽമീകി രാമായണത്തിൽ പറയുന്നില്ല. വാൽമീകി രാമായണത്തിൽ മണ്ഡോദരിയുടെ മകളെന്നും പറയുന്നില്ല. പക്ഷെ എന്തോ ഒരു പൂർവ്വബന്ധം ഇവരൊക്കെ തമ്മിൽ ഉണ്ടായിരുന്നു. അതായത് യാദൃച്ഛികമായി രാവണൻ സീതയെ കണ്ടെത്തിയതല്ല എന്ന് നമുക്ക് വിലയിരുത്താം. മകളാണെന്ന് പറയുന്നത് ഏത് ദേവി ഭാഗവതത്തിലാണ്. മണ്ഡോദരിയെ രാവണൻ വിവാഹം കഴിക്കുമ്പോൾ മയൻ പറയുന്നുണ്ട്, ഇവളുടെ ജാതകത്തിൽ പറയുന്നു ഇവളുടെ 1ാമത്തെ കുഞ്ഞു കുലം നശിപ്പിക്കുമെന്ന്, അതുകൊണ്ട് അതിനെ കൊല്ലണമെന്ന്. ആദ്യമുണ്ടായ കുഞ്ഞിനെ കൊല്ലാൻ രാവണൻ തയ്യാറാകുന്നില്ല, പകരം പെട്ടിയിലൊഴുക്കി വിടുകയാണ്. ആ കുഞ്ഞാണ് സീത എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത്. പക്ഷെ മറ്റൊരു പുരാണങ്ങളിലും മണ്ഡോദരിയുടെ മകളെന്ന് പറയുന്നില്ല, രാവണന്റെ മകളെന്ന് ചില കമ്പരാമായണത്തിലൊക്കെ പറയുന്നുണ്ട്. അതേ ഉള്ളൂ. വിഭീഷണൻ രാജാവായി കഴിഞ്ഞിട്ട് പിന്നുണ്ടായ കഥകൾ പറയുന്നില്ല. വിഭീഷണൻ ധർമ്മം അനുസരിച്ച് തന്നെ രാജ്യം ഭരിച്ചു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള മണ്ഡോദരിയുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്നില്ല. കാരണം മണ്ഡോദരിക്ക് അവിടെ എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. മക്കളും നഷ്ടപ്പെട്ടു, ഭർത്താവും നഷ്ടപ്പെട്ടു. മണ്ഡോദരിയിൽ തിന്മയില്ല. പരിപൂർണമായും നന്മയെ നമ്മൾ എങ്ങനെ കീഴടക്കും? ആത്മഹത്യ ചെയ്തു എന്നൊരു പാഠഭേദം കേട്ടിട്ടുണ്ട്. പക്ഷെ അത് ചിലപ്പോൾ ഒരുപക്ഷെ സത്യമാകാം. അത്രമാത്രം സ്വഭാവശുദ്ധിയിൽ വിശ്വസിച്ചിരുന്നവരാണ് മണ്ഡോദരിയും സീതയും എല്ലാവരും. ഓക്കെ ടീച്ചർ, താങ്ക് യു സോ മച്ച്. വോയിസ് ഓഫ് കുട്ടൂരിൻ്റെ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇനി മറ്റൊരു പുതിയ വീഡിയോയുമായി താമസിയാതെ തിരികെ എത്താം. ദിസ് ഇസ് രാധാകൃഷ്ണൻ കുട്ടൂർ സൈനിങ് ഓഫ് ഫ്രം വോയിസ് ഓഫ് കുട്ടൂർ, ബ്രിഡ്ജിംഗ് ഹെറിറ്റേജ് ആൻഡ് ഹെഡ്ലൈൻസ്. താങ്ക് യു. Voice of Couture, Bridging Heritage and Headlines.